അങ്ങനെ 10 മണിയാവാറായിട്ടോ. ഞങ്ങളെല്ലാവരും പാലക്കാട്ടേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഇൻഷാ അള്ളാ. പിന്നെ എൻ്റെ മക്കളിനെ പോണ വഴിക്ക് സ്കൂളിൽ ഇറക്കും വേണം, എറുമ്പശ്ശേരി സ്കൂളിൽ ഇറക്കും വേണം. അങ്ങനെ അവരെ അവിടെ ഇറക്കിയിട്ട് വേണം പിന്നെ ഞങ്ങൾക്ക് പാലക്കാട്ടേക്ക് പോകാൻ. അപ്പോൾ ഇൻഷാ അള്ളാ എല്ലാവരും ഇറങ്ങുകയാണ്. എല്ലാവരും ഇറങ്ങി വണ്ടിയിലൊക്കെ റെഡി ആവുകയാണ് ഇൻഷാ അള്ളാ. അപ്പോൾ അങ്ങനെ പോണ വഴിക്കുള്ള എല്ലാ വിശേഷങ്ങളും അറിയാട്ടോ. ബിലാൽ മോൻ എന്നെ കളിയാക്കാണ് കേട്ടോ, നോക്കി നോക്ക്. അങ്ങനെ ഫാത്തിമാനെയും പൊന്നൂനെയും സ്കൂളിൽ ഇറക്കി കൊടുത്തിട്ടാ. പൊന്നൂൻ്റെ ക്ലാസ്സിലേക്കും പോയി, ഫാത്തിമാന്റെ ക്ലാസ്സിലേക്കും പോയിട്ടോ. ഷെഫ് ന്യൂട്രെ ഉപ്പ വിളിക്കാനിട്ടാ. ബിലാൽ മോനെ നമ്മൾ എവിടക്കാ പോണത്? നമ്മള് പാലക്കാട് സർപ്രൈസ് വിസിറ്റില്ലേ? സർപ്രൈസ് ആയിട്ട് എന്താണ് മുഖത്തൊരു സന്തോഷം കണ്ട? പിന്നെ മാസങ്ങൾക്ക് ശേഷം ഷെഫ് ന്യൂട്ട് ഇപ്പൊ ഒന്നും അറിയാതെ പാവം. പക്ഷെ ഇന്നേക്കാളും കൂടുതൽ മറ്റേ സർപ്രൈസും സന്തോഷം കൂടെ അവൾക്കാ. എന്താ ഇക്കറിയാലോ ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇൻഷാ അള്ളാ അവളൊന്ന് കാണാൻ പറ്റുന്നുള്ളത്. പക്ഷെ അവൾക്കറിയില്ലല്ലോ എന്നെ കാണുന്നില്ല. ഇന്ന് വിളിച്ചിട്ട് അവളെ വിഷ് ചെയ്തിട്ടില്ല. അതിന് ആ ദേഷ്യത്തിലാണല്ലേ എന്റെ ഒരു ബർത്ത്ഡേ ആയിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടും കൂടിയില്ല. എവിടേക്കാ ചേർന്ന് ഞാൻ മീൻ കച്ചവടത്തിന് അവളോട് അവളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ് എന്താണ് മറ്റേ ഇക്കോ സുഖല്ലേ ചോദിച്ചാൽ ആ സുഖാണ്, ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഒറ്റ കട്ടാക്കല. അപ്പൊ ഓള് വലിയൊരു സുഖത്തിലല്ല. കാരണം ഓളെ വിചാരം ഞാൻ ഇപ്പൊ ഇങ്ങനെ വിഷ് ചെയ്യും പാവം. കാരണം ഞാനൊരു രാവിലെ മെസ്സേജ് അയച്ചിട്ട് ഓളോട് ഹാപ്പി ബർത്ത്ഡേ ഷെഫിന്. അപ്പൊ അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് ഓൾക്ക് ഉണ്ട്. അവിടെ മേപ്പറമ്പ് എത്താനായി ഇപ്പ. നമ്മളിപ്പോ ആ പുഴയില്ലേ, ആ അപ്പുറത്തും ഇപ്പുറത്തോ ചെറിയ ഒരു പാലൊക്കെ ഉള്ള 2 പാലുള്ള പാലം, ആ പാലത്തുമ്പോ ഇപ്പൊ പഴയ പാലം റൈറ്റ് സൈഡിൽ ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോ ഈ പുറത്തേക്കുള്ള. പിന്നെ ബിലാൽമോ പുറത്തേക്കുള്ളൂ കേട്ടോ, വരില്ല അകത്ത് കിട്ടാ. ഫസ്റ്റ് ഇവരെ വരുള്ളൂ ഇപ്പാ. ഞാൻ അത് കേറ്റാ ഞാനേ ഡ്രൈവർ പുറത്തുണ്ടെന്ന് പറയുള്ളൂ കേട്ടോ. രൂപേഷ് പുറത്തുണ്ടെന്ന് പറയുള്ളൂ. വണ്ടി ഉള്ളിൽ കയറ്റാ. ജനലൊക്കെ അടച്ചിട്ടാ മതി. ഈ വീഡിയോ എനിക്ക് ഭയങ്കര വിഷമമായി. ഇതിങ്ങനെ ഇടണേൽ ഭയങ്കര സങ്കടമുണ്ട്. അവൻ കുറേ തമാശകൾ നിങ്ങളോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അവൻ നല്ല എന്താ പറയുക ചിരിക്കാനുള്ള കുറേ തമാശകൾ പറഞ്ഞിരുന്നു. എന്തൊക്കെ കുറേ ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും അറബിയും ഉറുദുവും എന്തൊക്കെ കുറേ പറഞ്ഞിട്ട് കുറേ തമാശകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വീഡിയോ ഇപ്പോൾ നോക്കി നോക്കുമ്പോൾ ആ വീഡിയോ മാത്രം അതിൻ്റെ വോയിസ് പോയിക്കണു. വോയിസ് ഇല്ല, വീഡിയോ മാത്രമായിട്ട് ഓപ്പൺ ആവണില്ല. എന്താ സംഭവം എന്നറിയില്ല. അവൻ്റെ ഫോണിലെടുത്ത വീഡിയോ ആയിരുന്നു. അതിൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ട് അവൻ്റെ ഫോണിലും സൗണ്ടില്ല, എൻ്റെ ഫോണിലും സൗണ്ടില്ല. എന്താ ഉണ്ടായിന്നറിയില്ല. ഞങ്ങൾ തന്നെ വണ്ടി ഇരുന്നിട്ട് കുറേ ചിരിച്ചിക്കണു അവൻ്റെ വർത്താനം കേട്ടിട്ട്. അത് നിങ്ങൾക്കായിട്ട് ഇടണം നല്ലതുണ്ടായിരുന്നു അവൻ്റെ സംസാരം. അത് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. അതിൽ ഭയങ്കര വിഷമമുണ്ട്. എന്താ ഉണ്ടായിന്നറിയില്ല കേട്ടോ. അങ്ങനെ കുറേ സംസാരിച്ച് ചളിയൊക്കെ അടിച്ച് അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്താറായിട്ടോ. മേപ്പറമ്പ് എത്താറായി. ഞങ്ങളിനി കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങണ്ടേ, മധുരമൊക്കെ വാങ്ങണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. അങ്ങനെ ഒരു ഷോപ്പിലെത്തിയിട്ടോ. അവിടുന്ന് പിന്നെ കുറച്ച് മിഠായികളും പിന്നെ കേക്കും കാര്യങ്ങളൊക്കെ അവിടുന്ന് മേടിച്ചു കേട്ടോ. അങ്ങനെ മേടിച്ചിട്ട് അവൻ വന്നു. ഇനി ഇവിടുന്ന് ഒരു ശകരം തന്നെ ഉള്ളൂ കേട്ടോ നാളെ വീട്ടിലേക്ക്. അത് കഴിഞ്ഞാൽ വീട്ടിലെത്തും ഇൻഷാ അള്ളാ. ബാക്കി അവിടെ പോയിട്ടിട്ടാ. അതിൻ്റെ ഇടയിൽ ഉപ്പ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഇങ്ങനെ സമാധാനമില്ല. അപ്പം എത്ര വട്ടമായി വിളിക്കണമെന്ന് വെച്ചിട്ടാ. ഇപ്പം ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എവിടെ എത്തി, എന്തായി എവിടെ എത്തിയെന്ന് ചോദിച്ചിട്ട്. അത് മേടിച്ചില്ലേ ഇത് മേടിച്ചില്ലേ, വീട്ടിലെത്താറായോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉപ്പാക്ക് തീരെ സമാധാനമില്ല. ഇപ്പം അവിടെ തന്നെ ഉള്ളൂ, ഇവിടെ ഉള്ള മാതിരി ഉപ്പാക്ക്. അങ്ങനെ അൽഹംദുലില്ലാ ഷെഫ് ന്യൂട്രി വീടിൻ്റെ അവിടേക്ക് എത്താറായിട്ടോ.
രൂപേഷിന് വെള്ളം കൊടുത്തില്ലേ? രൂപേഷ് വരുന്നുണ്ടോ? ഷെഫ് കുട്ടി എവിടെ? അതൊക്കെ അവിടെ എടുക്കടി. ഷെഫിനെ വീഡിയോ ഒക്കെ നോക്കിക്ക. ഇത്ര നേരെ ചിരിക്കാതെ അങ്ങനെ പിന്നെ എല്ലാവരും സംസാരിച്ചിരുന്നു. ഷെയ്ക്കും കട്ട്ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും കുടിച്ചു കഴിച്ചു. എല്ലാവരും സംസാരിച്ചിരുന്നു. അങ്ങനെ പിന്നെ അടുത്ത പരിപാടി തുടങ്ങി. ലോക്ക് തുറക്കാൻ പറഞ്ഞിട്ട് ഞാൻ കേട്ടെ ഉപ്പ് പറഞ്ഞ റെസ്റ്റോറന്റ് ഷെഫിന് ബെൽറ്റ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയിട്ടാ. നല്ല നേരം വൈകിക്കണു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. എങ്ങനെയായാലും അവിടെ പോയിട്ടും കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, അത് ഉറപ്പാണ്. എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഇരിക്കണ്ടേ. അതൊക്കെ കഴിയുമ്പോഴത്തേനും ഒരു ഇതാകുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ വന്നു. മാഷാ അല്ലാഹ് നല്ല വിശപ്പുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കാനുള്ള സീറ്റൊക്കെ അവർ റെഡിയാക്കി തന്നു കേട്ടോ. പക്ഷേ ഇരിക്കാൻ പറ്റിയില്ല. രണ്ടാളും അപ്പുറത്തും ഇപ്പുറത്തും സോഫായിട്ടുള്ള ഭാഗത്തായിരുന്നത്. അത് കുട്ടീനെ കെടുത്താൻ വേണ്ടിയിട്ട്, മുർഷിമോളുടെ കുട്ടീനെ കെടുത്താൻ വേണ്ടിയിട്ട് സോഫയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയപ്പോൾ രണ്ട് ഭാഗം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ആയി. അപ്പോൾ ഞാനും കൊച്ചുമോളും മുർഷിമോളും മുബിയും കൂടിയിട്ട് ഒരു ഭാഗത്തിരുന്നു. അപ്പുറത്തെ സൈഡിൽ ഉമ്മയും ബിലാൽ മോനും പിന്നെ ഷെഫ്നുട്ടി റപ്പി ഉമ്മയും ആങ്ങളാരും. അതെ, തൃശ്ശൂരിന്റെ പാലക്കാടിന്റെ മുത്തിനേക്കാളും വലുതില്ലേ, മുത്തിന്റെ ചിറ്റോറ് നിക്കണതാ.
സിറ്റോർ നിൽക്കണത് നന്നായിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഹലോ ഗൈസ്, ഇത് മൂവിയാണ് മുബി, മുർഷി, ഇല്ലാത്ത ആൻഡ് അൽഹംദുലില്ലാ അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ എല്ലാവരെയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായി. എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. പിന്നെ അടുത്ത് തന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെ പാലക്കാട് ടിപ്പുവിൻ്റെ കോട്ട ഉണ്ടല്ലോ. ഇനി എല്ലാവരും ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.